പാല് കുടിച്ച ഉടനെ ബേബി തുപ്പിക്കളയുന്നു അല്ലെങ്കിൽ തികട്ടി വരുന്നു എന്നുള്ളത് എല്ലാവരോടും പറയുന്നത് പോലെ തന്നെ ഇതിലൊന്നും തന്നെ ഭയപ്പെടാനില്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നോർമലി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുറക്കുന്നു, ഭക്ഷണം പോയതിനു ശേഷം ക്ലോസ് ആവുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആമാശയത്തിനും അന്നനാളത്തിനും ഇടയിലായിട്ട് ഈസോഫേഗൽ സ്ഫിൻക്ചർ എന്ന് പറയുന്ന ഒരു വാൾവ് ഉണ്ട്. ജനിച്ചപാടുള്ള കുട്ടികളിൽ ഒരിക്കലും തന്നെ ഇത് പൂർണ്ണമായ ഒരു രീതിയിലേക്ക് ഫംഗ്ഷനിങ് ആയി മാറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവരിൽ കുടിച്ച പാടെ പാല് റിവേഴ്സ് ആയി വരാനുള്ള സാധ്യതയും വളരെ കൂടുതൽ. കോമൺ ആയിട്ട് തന്നെ കുട്ടികളിൽ ഒരു 6 months ഒക്കെ ആയിട്ട് സോളിഡ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ തുടങ്ങിയതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക്കലി കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും. ഇത് ശരിയാക്കാൻ വേണ്ടി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കിയാൽ നമ്മൾ ബേബീനെ ഒരിക്കലും തന്നെ ഓവർ ഫീഡ് ചെയ്യാതിരിക്കുക. ചെറിയ ഇന്റർവെൽ വെച്ചുകൊണ്ട് പ്രോപ്പർലി കൊടുക്കാൻ വേണ്ടിട്ട് ട്രൈ ചെയ്യുക. ഫീഡ് ചെയ്ത ഉടനെ ബേബിനെ നമ്മൾ കിടത്താതെ അപ്രൈറ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്തുകൊണ്ട് ബേർപ്പ് ചെയ്ത് വയറിൽ ഗ്യാസ് വല്ലതും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ്ലി പുറത്ത് പോകുന്നത് വരെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബേബി പാല് കുടിച്ച ഉടനെ ഉറങ്ങി പോവുകയാണെങ്കിൽ വായില് പാല് വല്ലതും വെച്ചിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഒന്ന് എൻഷുർ ചെയ്യും. നമ്മൾ ബേബിക്ക് ഇട്ടുകൊടുക്കുന്ന ഡ്രസ്സ് അവരുടെ ലോവർ അബ്ഡോമിനിൽ കംപ്രസ് ആയി നിൽക്കുന്നതാണെങ്കിൽ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. കണ്ടിന്യൂസ് ആയിട്ട് ബേബിക്ക് വയറ്റിന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ വല്ലാതെ റെഡോ യെല്ലോ ഓറഞ്ചോ കളറിൽ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്, തീരെ ബേബി തൂക്കം വെക്കുന്നില്ല, വല്ലാതെ ക്ഷീണിച്ചു എന്നീ സിംറ്റംസ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പീഡിയാട്രിഷ്യനെ കാണിക്കേണ്ടതായിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ മോർ ഹെൽത്തി വീഡിയോസ്.